ബംഗ്ലാദേശിൽ നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. തുടക്കത്തിൽ ഈ പ്രതിഷേധങ്ങൾ സമാധാനപരമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി വളരെ ഭയാനകവും അക്രമാസക്തവുമായ വഴിത്തിരിവിലേക്കാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു സൈനിക കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരുവുകളിൽ സൈനികർ, കർശനമായ കർഫ്യൂ, ആശയവിനിമയം തടസ്സപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളും കോളേജുകളും അടച്ചുപൂട്ടി. ബംഗ്ലാദേശ് സർക്കാർ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ കുറഞ്ഞത് 150 പേരാണ് കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസ്ഥിരതയും നേരിടുന്നതിനോടൊപ്പം എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്ന സമഗ്ര പരിഹാരങ്ങൾ ആവശ്യമാണ്. രാജ്യത്തിന്റെ ഭാവി സ്ഥിരതയ്ക്കും സമ്പത്തിനും വേണ്ടി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുകയും സുസ്ഥിര പരിഹാരങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് നന്നായി മനസ്സിലാക്കാൻ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലേക്ക് അല്പം പോകേണ്ടി വരും. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് അതിനെ കിഴക്കൻ പാകിസ്ഥാനെന്നും ഇന്നത്തെ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനെന്നും വിളിക്കുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സ്വേച്ഛാധിപതി എന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ വിളിക്കുന്നത്. എന്താണ് ആക്ച്വലി ഇതിനെല്ലാം പിന്നിലെ കാരണം? ബംഗ്ലാദേശിലെ യുവാക്കൾ അവരുടെ സർക്കാരിന്റെ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതനുസരിച്ച് ബംഗ്ലാദേശിലെ പൊതുമേഖലയിൽ 56% ജോലികൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അതായത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നത് 44% മാത്രമാണുള്ളത്. ഈ സമ്പ്രദായം ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഭൂരിപക്ഷ സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അടിസ്ഥാനത്തിലാണ്. തിരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിൽ 162 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പശ്ചിമ പാകിസ്ഥാനിൽ 138 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്തു. എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിൽ അമിത സമ്പന്ന പാർട്ടിയെ നയിച്ചത് ഷെയ്ഖ് മുജീബുർ റഹ്മാനായിരുന്നു. കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനിൽ അവാമി ലീഗ് ഭരിക്കുമെന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഫലം. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ സൈന്യം ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. പാകിസ്ഥാനിലെ ചില ഏരിയകളിൽ സാമൂഹിക വിവേചനം നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ബംഗാളി സംസാരിച്ചു. ഉറുദു ഭാഷ സംസാരിക്കുന്ന 10ൽ താഴെയുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചു. ഇതിനു പുറമെ കിഴക്കൻ പാകിസ്ഥാനിൽ സാമ്പത്തിക വിവേചനവും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ കയറ്റുമതിയുടെ 59% കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത്. എന്നാൽ 25% വ്യവസായ നിക്ഷേപം മാത്രമാണ് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയത്. ഇത് മാത്രമല്ല, രാഷ്ട്രീയ വിവേചനവും 1974 സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ത്യ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകുകയും സഹായിക്കുകയും ചെയ്ത അതേ യുദ്ധമാണിത്. കിഴക്കൻ പാകിസ്ഥാന്റെ നേതാവ് മുജാബ് റഹ്മാൻ ഈ പ്രദേശത്തെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇതിനെ ബംഗ്ലാദേശ് എന്ന് വിളിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയ ബംഗാളി കിഴക്കൻ പാകിസ്ഥാന്റെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ആളുകൾ, ഈ സ്വതന്ത്ര സമര സേനാനികൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണ്. കാരണം ബംഗ്ലാദേശിന്റെ ഈ ക്വാട്ട സമ്പ്രദായം 30% ജോലികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു, സ്വതന്ത്ര സമര സേനാനികളുടെ പിൻഗാമികൾക്ക് വേണ്ടി. ഇതുകൂടാതെ സ്ത്രീകൾക്ക് 10%, ജില്ലാ ക്വാട്ടയ്ക്ക് 10%, പിന്നാക്ക ജില്ലകൾക്ക് 5%, വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് 1%, ശാരീരിക വൈകല്യമുള്ളവർക്ക് മറ്റൊരു 1% എന്നിങ്ങനെ മറ്റു ചില സംവരണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സംഖ്യകളെല്ലാം കൂട്ടിയാൽ മൊത്തം സംവരണം 56%-മായി തീരും. എന്നാൽ 56ന്റെ ഭൂരിപക്ഷ വിഹിതത്തിൽ ഇത് 30%-ലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്വാട്ടയാണ്. ധാക്ക സർവകലാശാലയിൽ 3ാം വർഷ ഇന്റേണൽ പഠനം അടിസ്ഥാനപരമായി ക്വാട്ട സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനാണ് ഈ പ്രതിഷേധമെന്ന് സമരക്കാരൻ കൂടിയായ ലൈസൻസ് വിദ്യാർത്ഥി ഫക്കീം ഫറൂഖി പറയുന്നു. വംശീയ ന്യൂനപക്ഷ സംവരണവും ശാരീരിക വൈകല്യ സംവരണവും ഒഴികെയുള്ള എല്ലാ സംവരണങ്ങളും സർക്കാർ നീക്കം ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ഈ സംവരണം ഏറ്റവും രസകരമാണ്. കാരണം ഇത് 1972 ആരംഭിച്ച സ്വാതന്ത്ര്യം നേടി ഒരു വർഷത്തിന് ശേഷം അവരുടെ ക്യാബിനറ്റ് സേവന മന്ത്രാലയം ആ വർഷം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ക്വാട്ട ഉണ്ടായിരിക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോരാടിയവർക്ക് 30% ജോലികൾ സംവരണം ചെയ്യണം. 1977 വരെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മാത്രമേ ഈ സംഗതി ബാധകമായിരുന്നുള്ളൂ എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം.
2010 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും ഈ സംവരണം നൽകാനാണ് ഈ ക്വാട്ട നീട്ടുകയും 2010 ഈ സംവരണം നൽകണമെന്ന് വീണ്ടും പറയുകയും ചെയ്തു. അവരുടെ കുട്ടികൾക്കും ബാക്കിയുള്ള വിഭാഗങ്ങൾക്കുമുള്ള കൃത്യമായ ക്വാട്ട മാറിക്കൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അവസാനം അത് മൊത്ത ശതമാനം 56 മാറി. UPSC ഇന്ത്യയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നതുപോലെ ബംഗ്ലാദേശിൽ BPSC പരീക്ഷയാണുള്ളത്. ഈ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ 2012-13 വലിയ പ്രക്ഷോഭമുണ്ടായി. ഏകദേശം 4 ലക്ഷം ബിരുദധാരികൾ പ്രതിവർഷം 3000 സിവിൽ സർവീസ് ജോലികൾക്കായി മത്സരിക്കുന്നു. ബംഗ്ലാദേശിലെ സാഹചര്യം വളരെ മോശമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. 2018 ഫെബ്രുവരി ബംഗ്ലാദേശ് ഓർഡിനറി സ്റ്റുഡന്റ് റൈറ്റ്സ് കൗൺസിൽ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടു. അന്ന് തന്നെ ഈ വിഷയത്തിനെ എതിർക്കുന്ന വിദ്യാർത്ഥികൾ ക്വാട്ടയെ അനുകൂലിക്കുന്നവരും തമ്മിൽ ബംഗ്ലാദേശ് ഗവൺമെന്റ് സർവീസുകളിൽ തമ്മിലടിയുണ്ട്. 2018 ഒക്ടോബറിൽ ബംഗ്ലാദേശ് സർക്കാർ പുറപ്പെടുവിച്ച ഒരു സർക്കുലർ ആദ്യം ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് ക്ലാസും ജോലികൾക്ക് ഈ ക്വാട്ട സമ്പ്രദായം നീക്കം ചെയ്യുമെന്ന് വ്യക്തമാക്കി. എന്നാൽ 2021 ഈ ക്വാട്ട സമ്പ്രദായം എടുത്തു കളഞ്ഞതിനെതിരെ ചില സ്വാതന്ത്ര്യ സമര സേനാനികളുടെ 7 കുട്ടികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2024 ജൂൺ 5 ഹർജിക്കാർ പറയുന്നത് ശരിയാണെന്നും സർക്കാർ സർക്കുലർ നിയമവിരുദ്ധമാണെന്നും ക്വാട്ട സമ്പ്രദായം പുനഃസ്ഥാപിച്ചുവെന്നും ഹൈക്കോടതിയുടെ വിധി വന്നതാണ് രാജ്യവ്യാപകമായി പ്രതിഷേധമുയരാൻ കാരണം. ഈ ക്വാട്ട ഭരണഘടന വിരുദ്ധമാണ്. പുതിയ തലമുറയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ജോലിയിൽ സംവരണം നൽകണമെന്ന് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എവിടെയും എഴുതിയിട്ടില്ല. എന്തായാലും അതിന്റെ പ്രയോജനം എന്താണ്? സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സംവരണം നൽകുന്നതിൽ അർത്ഥമുണ്ട്. കാരണം അവർ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോരാടിയവരാണ്. പക്ഷേ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. അഴിമതി ആരോപണങ്ങളും ഇതിന്റെ കൂടെയുണ്ട്. ഈ സംവരണത്തിന് ആരാണ് തീരുമാനിക്കുക ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന്? ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനി, ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനി അല്ലാത്തത് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ സ്വയം ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി അവാമി ലീഗാണ് ബംഗ്ലാദേശിൽ ഭരിക്കുന്നത്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി. ഇത് ഒരേ രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംവരണം അവാമി ലീഗുകാർക്ക് നൽകിയെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ആ പേരുകൾ സംബന്ധിച്ച് കുറഞ്ഞത് 60,000 എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഈ എതിർപ്പുകൾ സർക്കാർ പരിഹരിച്ചിട്ടില്ല. ജൂലൈ 10 ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുകയും ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തെങ്കിലും പ്രതിഷേധം ഇനിയും അവസാനിക്കുന്നില്ല. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടാതെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പോലുള്ള ബംഗ്ലാദേശ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ ചേരുന്നു. സമരക്കാർക്കെതിരെ കോൺഫെഡറേറ്റ് സൈനികരെ വിളിച്ചിട്ടുണ്ട്. പോലീസ് കണ്ണീർ പാത്രവും റബ്ബർ ബുള്ളറ്റുകളും ശബ്ദ ഗ്രനേഡുകളും പ്രയോഗിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരെ സർക്കാർ ഒരു ഭീഷണിയോ അക്രമമോ ഉപയോഗിക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിൽ നിന്നുള്ള പ്രസ്താവനയും വരുന്നു. ഇതിനു പുറമെ അവാമി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ഛാത്ര ലീഗും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ട്. ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നിയമമന്ത്രി പറയുന്നു. സുപ്രീം കോടതി നേരത്തെയുള്ള വാദം കേൾക്കുന്നുണ്ടെന്നും അതിനാൽ എത്രയും വേഗം തീരുമാനമുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിച്ചില്ലെങ്കിൽ റസാഖരുടെ കൊച്ചുമക്കൾക്കാണ് ആനുകൂല്യം നൽകേണ്ടതെന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയാണ് സമരക്കാരെ ഇത്രയും മോചിപ്പിച്ചത്. റസാഖറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ വെൽഫെയർ മിനിസ്റ്റർ ദീപു മോണിയും സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മുഹമ്മദ് അലി അറാഫത്തും സമാനമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് റസാഖർ? റസാഖർ എന്നാൽ സന്നദ്ധ പ്രവർത്തകൻ അല്ലെങ്കിൽ സഹായി. എന്നാൽ 1971 യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ പശ്ചിമ പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു അർദ്ധ സൈനിക സംഘമായിരുന്നു റസാഖർ ബാഹിനി. മറുവശത്ത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന മുക്തി ബാഹിനി ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈന്യത്തിൽ ചേർന്ന് ഈ റസാഖർ ബാഹിനിയിൽ 500ഓളം പേർ ഉണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ. നരവംശ ശാസ്ത്രജ്ഞനായ നായരിക മുഖർജി പറയുന്നത് 37,000 റസാഖന്മാരെ തിരിച്ചറിഞ്ഞുവെന്നാണ്. ഒന്നുകിൽ അവരെ ജയിലിൽ അടച്ചോ അല്ലെങ്കിൽ അവരുടെ വിചാരണകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ്. ചില വിചാരണകൾ വളരെ കാലം നീണ്ടുനിന്നു. 2022 പോലും 6 റസാഖന്മാരെ മനുഷ്യരാശിക്കെതിരെ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലാക്കാം.
ബംഗ്ലാദേശിലെ റസാഖർ എന്ന രാജ്യദ്രോഹി അല്ലെങ്കിൽ ദേശവിരുദ്ധർ. ഈ സംവരണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാൽ അവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ഇത് പഴയ തന്ത്രം തന്നെ. ആളുകൾ സർക്കാരിനെതിരെ സംസാരിക്കുന്നത് സർക്കാരിന് ഇഷ്ടമായില്ലെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുക. മന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അഭിപ്രായ പ്രകടനം സർക്കാരിന് എതിരെ സമരം ചെയ്താൽ അവർ എല്ലാം രാജ്യദ്രോഹികൾ ആകും എന്ന രീതിയിലാണ്. ഇപ്പോൾ സർക്കാർ സമരക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു. പക്ഷെ 2018 പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തന്നെ ഈ സംവരണം എടുത്തു കളഞ്ഞപ്പോൾ അത് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള അവഗണന കൂടിയായിരുന്നു. ഇപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ ബാക്കിയുള്ള തൊഴിൽ രഹിതരോടുള്ള അവഗണനയാണ്. ഇത്തരത്തിലുള്ള തരംതാഴ്ന്ന വാദം പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ രക്തം പാഴാക്കരുതെന്ന് ധാക്ക സർവകലാശാലയ്ക്ക് പുറത്ത് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി. സർക്കാർ സമ്മർദ്ദത്തിന് വിധേയരാകുകയും അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ക്വാട്ടയിൽ സർക്കാർ ഇടപെടില്ലെന്ന് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. പക്ഷേ സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന പ്രധാന ഗ്രൂപ്പ് അവരുടെ സർക്കാരിന്റെ ഉദ്ദേശങ്ങൾ സംശയിക്കുന്നു. സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകർ നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്കുള്ള സംവരണ സമ്പ്രദായം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇന്ത്യ നൽകുന്നത് പോലെയല്ല. വിമർശനങ്ങൾക്ക് ഏറെ വിധേയമായിട്ടുണ്ട്. സുപ്രീം കോടതി അവരുടെ ക്വാട്ട 5% കുറച്ച് 2% വംശീയ ന്യൂനപക്ഷങ്ങൾക്ക്, ട്രാൻസ്ജെൻഡർമാർക്ക്, വികലാംഗർക്ക് എന്നിവർക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഇത് ആകെ 7% വരും. എന്നാൽ തൊഴിലില്ലായ്മയുടെ വിശാലമായ പ്രശ്നത്തെ പ്രതിഫലിപ്പിക്കുന്നു. 11 കോടി തൊഴിൽ പ്രായമായവരിൽ 3 കോടി പേർ തൊഴിലില്ലാത്തവരാണ്. വിദേശ നാണയ കരുതൽ കുറവും ഉയർന്ന വിലക്കയറ്റവും ഉള്ളതിനാൽ സമ്പദ് വ്യവസ്ഥ ദുർബലമാണ്. ഇത് അടുത്തിടെ $5 ബില്യൺ IMF വായ്പാ ആവശ്യത്തിലേക്ക് നയിക്കുകയുമുണ്ട്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആരോപണങ്ങൾ നേരിട്ടുള്ളതിനാൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയും സാമ്പത്തിക അസ്ഥിരതയും പരിഹരിക്കുന്നത് ദീർഘകാല പരിഹാരങ്ങൾക്ക് നിർണായകമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസ്ഥിരതയും നേരിടുന്നതിനോടൊപ്പം എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്ന സമഗ്ര പരിഹാരങ്ങൾ ആവശ്യമാണ്. രാജ്യത്തിന്റെ ഭാവി സ്ഥിരതയ്ക്കും സമ്പത്തിനും വേണ്ടി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുകയും സുസ്ഥിര പരിഹാരങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.